ഇവിടെ 2 of Swords, King of Pentacles, Wheel of Fortune, ഇത് മൂന്നുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ 2 of Swords ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അവരിപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ. കാരണം അവരിവിടെ മനഃപൂർവ്വം കണ്ണടച്ചിരിക്കുകയാണ്. അതാണ്, അതായത് അവരറിയാതെയല്ല, അവർ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. അവരുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതായത് അവരൊരു മാനസികമായ സംഘർഷമുണ്ട് അവരുടെ മൈൻഡും ഹേർട്ടും തമ്മിൽ നിന്നാണ് മനസ്സിലാവുന്നത്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾ പറയാതെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പറഞ്ഞതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ അത് നിങ്ങളുടെ ഒരു ഭാഗം അവർ മനസ്സിലാക്കിയെന്ന് നടിക്കാനോ അതല്ലെങ്കിൽ നിങ്ങളെപ്പോൾ അവർ ചൂസ് ചെയ്യുന്നില്ല, നിങ്ങളെ മാറ്റി നിർത്താനാണ് അവരുടെ ശ്രമം എന്നാണ് മനസ്സിലാവുന്നത്. അവരിപ്പോൾ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പച്ചയ്ക്ക് പറയാം. കാരണം അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത്തരത്തിലൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നീട് എന്താണ് ബ്ലോക്ക് എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത്, അവരിപ്പോൾ ലൈഫിൽ അവർക്ക് ക്യാഷിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരുടെ ഈഗോനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതൊന്നും ഇപ്പോൾ അവർക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പല കാര്യങ്ങളും ഇപ്പോൾ അവർ കണ്ടില്ല എന്ന് ഇവിടെ നടിക്കുന്നത്. ഇമോഷൻസിനേക്കാൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവരിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലായിട്ടുണ്ട്, പക്ഷേ അവർ ഇമോഷണലി എന്താ പറയുക, കുറച്ച് റഫാണെന്ന് തന്നെ പറയാം. പിന്നീട് നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല, അതുകൊണ്ട് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണം തന്നെയാണ്. കാരണം ഇതൊരു വിധിക്കനുസരിച്ചാണ് ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ടൈം ഇപ്പോൾ നിങ്ങൾക്കുള്ള ടൈമല്ല, നിങ്ങളുടെ ടൈം വരാൻ പോകുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും അവർ നിങ്ങളെ മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിംഗ് കുറച്ച് പേർക്കെങ്കിലും റെസൊനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.